ഇന്ന് നമുക്ക് ബ്രെഡും പഴവും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ബ്രെഡ് ബോൾസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 5 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലെ ഭാഗമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 2 ചെറുപഴം വേണം. 1/4 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ വേണം. പിന്നെ ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാല് 3.5 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. പിന്നെ മൈദ വേണം. 2.5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് ഈ ബ്രെഡെല്ലാം ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 പഴം ചേർത്ത് കൊടുക്കുക. പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ബ്രെഡ് ബോൾസ് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി പഴം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ടെന്ന് വെക്കാം. അങ്ങനെ ബ്രെഡ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. 3.5 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. പാല് മുഴുവനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചെറുപഴമൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് കാരണം മധുരമൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദയും കൂടെ ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക. മൈദ ചേർക്കുമ്പോൾ ഒന്ന് ലൂസാണെങ്കിൽ അതൊന്ന് ടൈറ്റ് ആയിക്കോളും. മാത്രമല്ല ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ എണ്ണ നല്ലപോലെ പിടിക്കത്തുമില്ല. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോ ചെറിയ ബോളാക്കി എടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാവണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതെല്ലാം ചെറിയ ബോൾസാക്കി എടുക്കാം. അഞ്ച് ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു 12 ബോൾസെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡും അതുപോലെ തന്നെ പഴം പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ ബോൾ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റും കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് മറിച്ചും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഒട്ടും തന്നെ എണ്ണ ഒന്നും പിടിക്കത്തൊന്നുമില്ല. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.
ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത്. താങ്ക് യു.